അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ സ്കന്ദപുരാണത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 53-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. വസുദേവ ഉവാച യദ്യസ്തി ഭഗവൻ പ്രീതിർമയി തേ കരുണാനിധേ തദാ പുരാ മദർദ്ധേ ത്വം സമാരാധയ ചണ്ഡികാം. നിരുദ്ധ കംസഗേഹേഹം ന കിഞ്ചിൽ കർത്തുമുത്സഹേ അതസ്ത്വമേവ ദുഃഖാബ്ധേർ മാമുദ്ധര മഹാമതേ. ഇത്യുക്തസ്തു മയാ പ്രീത പ്രോവാച മുനിപുംഗവ വസുദേവ തവ പ്രീത്യ കരിഷ്യാമി ഹിതം തവ. അഥ ഗർഗമുനിപ്രീത്യാ മയാ സംപ്രാർത്ഥിതോഗമൽ ആരിരാധയിഷുർദുർഗാം വിന്ധ്യാദ്രിം ബ്രാഹ്മണൈः സഹ. തത്ര ഗത്വാ ജഗദ്ധാത്രിം ഭക്താഭീഷ്ടപ്രദായിനിം ആരാധയാമാസ മുനിർ ജപപാഠപരായണ. യതഃ സമാപ്തേ നിയമേ വാഗുവാചാ ശരീരിണീ പ്രസന്നാഹം മുനേ കാര്യസിദ്ധിസ്തവ ഭവിഷ്യതി. ഭൂഭാരഹരണാർത്ഥായ മയാ സംപ്രേഷിതോ ഹരി വസുദേവസ്യ ദേവക്യാം സ്വാംശേനാവതരിഷ്യതി. കംസഭീത്യാ തമാദായ ബാലമാനകദുന്ദുഭി പ്രാപയിഷ്യതി സദ്യസ്തു ഗോകുലേ നന്ദവേശ്മനി. യശോദാതനയാം നീത്വാ സ്വഗൃഹേ കംസഭൂഭുജേ ദാസ്യത്യഥ ച താം ഹന്തും കംസ
ആക്ഷേപ്സ്യതീക്ഷിതൗ സാ തദ്ഹസ്താൽ വിനിർഗത്യ സദ്യോ ദിവ്യവപുർധര മദംശഭൂത വിന്ധ്യാദ്രൗ കരിഷ്യതി ജഗദ്ഹിതം ഇതി തദ്വചനം ശ്രുത്വാ പ്രണമ്യ ജഗദംബികാം ഗർഗോ മുനി പ്രസന്നാത്മാ മധുരാമഗമൽപുരിം വരദാനം മഹാദേവ്യോ ഗർഗാചാര്യ സുഖാവഹം ശ്രുത്വാ സഭാര്യ സംപ്രീത പരാം മുദമധാഗമം തദാരഭ്യ പരം ജാനേ ദേവീ മാഹാത്മ്യമുത്തമം അധുനാപി ഹി ദേവർഷേ ശ്രുതം തവ മുഖാംബുജാൽ അതോ ഭാഗവതം ദേവ്യാസ്ത്വമേവ ശ്രാവയ പ്രഭോ മദ്ഭാഗ്യാദേവ ദേവർഷേ സംപ്രാപ്തോസി ദയാനിധേ വസുദേവ വച ശ്രുത്വാ നാരദ പ്രീതമാനസ സുദിനെ ശുഭനക്ഷത്രേ കഥാരംഭമധാകരോൽ കഥാവിഘ്നവിഘാതാർത്ഥം ദ്വിജാജേ പൂർണ്ണവാക്ഷരം മാർക്കണ്ഡേയപുരാണോക്തം പേഢുർദേവ്യാ സ്തവം തഥാ. ശ്രീഹരേ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഹരി ഓം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ സ്കന്ദപുരാണത്തിലുള്ള മാഹാത്മ്യം, അതിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 53 മുതൽ 68 കൂടിയുള്ള ശ്ലോകങ്ങളുടെ പരിഭാഷ, ശ്രീമദ് ദേവി ഭാഗവതം ഭാഷാഗാനം എന്നുള്ള രീതിയിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അങ്ങക്കെന്നിൽ തെല്ലെങ്കിലും പ്രീതിയുണ്ടേൽ മഹാമുനി, അങ്ങേനിക്കുപകാരം ചെയ്തിടവേണം. ആശ്രിതവത്സലയാകും ചണ്ഡികാ മഹാദേവിയെ അടിയനു വേണ്ടി ഭവാൻ പൂജിച്ചിടണേ. കംസന്റെ തടവറയിൽ ബന്ധിതനാമെനിക്കിപ്പോൾ കഴിയില്ല യഥാവിധി പൂജ നടത്താൻ. കാരുണ്യമൂർത്തിയാം ഭവാൻ പൂജ ചെയ്തു അടിയനെ കദനക്കടലിൽ നിന്നും കരയേറ്റണേ. ഞാനീ വിധം പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചു ചൊല്ലി മുനി, ജ്ഞാന സൂര്യനായി എൻ്റെ ഇരുട്ടകറ്റി. ജ്ഞാനാംബികയ്ക്കായിട്ടുള്ള പൂജകളെ വിധി പോലെ ഞാനും ചെയ്യാം വസുദേവ ഹിതത്തിനായി. അപേക്ഷയെ സ്വീകരിച്ചു ആചാര്യനാം ഗർഗമുനി, അടിയനു ഭാഗ്യമുണ്ടായി സംശയമില്ല. അനുഗ്രഹം നേടുവാനായി വിന്ധ്യാദ്രിയിലേക്കു പോയി അന്തണന്മാരൊത്തു
ചേർന്നു ഗർഗമുനിയും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആശ്രയിക്കും ഭക്തരുടെ അഭീഷ്ടങ്ങൾ സാധിപ്പിക്കും അദ്രിജയാം ഭഗവതി തൻ്റെ പാദത്തിൽ. അർഘ്യപാദ്യാദികളോടെ ജലഗന്ധ പുഷ്പത്തോടെ അത്യധികം ഭക്തിയോടെ ആരാധിച്ചല്ലോ. ആരാധന സമർപ്പിച്ചു ഗർഗമുനി ഭക്തിയോടെ അന്തണ ജനങ്ങൾക്കൊത്തു നമസ്കരിച്ചു. അശരീരി കേൾക്കാറായി ദേവിയോ പ്രസന്നയായി, അങ്ങയുടെ ആഗ്രഹങ്ങൾ സഫലമാകും. ഭൂമി ഭാരം ഇല്ലാതാക്കാൻ വേണ്ടതെല്ലാം ചെയ്യാനായി ഭൂമിപതി ഹരിയെ ഞാൻ നിയോഗിച്ചല്ലോ. വസുദേവ ദേവഗീതൻ പുത്രനായി ശ്രീഹരിയോ വാസുദേവനായി ഭൂവിൽ അവതരിക്കും. ആനകദുന്ദുഭിയായ വസുദേവൻ തൻ പുത്രനെ ആനന്ദത്തോടെ കുറച്ചു നേരം ലാളിക്കും. അതിക്രൂരൻ കംസനെ ഭയപ്പെട്ടിട്ടു വൈകിടാതെ അമ്പാടിയിൽ നന്ദഗോപ ഗൃഹത്തിലാക്കും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യശോദതൻ കൽപ്പത്തിലെ നവജാത ശിശുവിനെ യാദവനാം വസുദേവൻ കൊണ്ടുവന്നിടും. യാതൊരു കൃപയുമില്ല കംസനോ ആ ശിശുവിനെ യമനെന്നു കരുതി നിലത്തടിക്കുമ്പോൾ. മമ അംശസംഭൂതയാം ശിശു അപ്പോൾ കംസൻ തൻ്റെ മാനസത്തിൽ ഭീതിയേറ്റി മേലോട്ടുയരും. മംഗളസ്വരൂപിണിയായി ദർശനം നൽകി മറയും മനുജർക്കു നന്മ ചെയ്യും വിന്ധ്യാദ്രി തന്നിൽ. മംഗളസ്വരൂപിണി തൻ മധുരാക്ഷരങ്ങൾ കേട്ടു മനതാരിൽ മോദത്തോടെ മാമുനി താനും. മാതാവാകും ദേവിയുടെ പാദനമസ്കാരം ചെയ്തു മധുരാപുരിയിലേക്കു മടങ്ങിപ്പോയി. മഹാദേവി മുനിയാകും ഗർഗനോടു പറഞ്ഞതാം മഹാമോദം നൽകിയിടുമാം വാർത്തയെ കേട്ടു. മഹാഹ്ലാദത്തിൻ്റെ കൊടുമുടിയേറി ഞങ്ങൾ രണ്ടും മനസ്സാലെ ദേവിയെയും നമസ്കരിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവിയുടെ അന്യാദൃശ മാഹാത്മ്യത്തെ അന്നു തൊട്ടേ ദേവിയുടെ കൃപയാലെ ഞാനുമറിഞ്ഞു. ദേവർഷിയാം അവിടുത്തെ മുഖകമലത്തിൽ നിന്നും ദേവകിയും ഞാനുമതു വീണ്ടും ശ്രവിച്ചു. അതുകൊണ്ടു ദേവിയുടെ കഥയാകും ഭാഗവതം അങ്ങു തന്നെ അടിയങ്ങളെയും കേൾപ്പിക്കൂ. അത്യധികമായ ഭാഗ്യം ലഭിച്ചതു കൊണ്ടാണല്ലോ അവിടുന്നു ഈ സമയം ഇവിടെ എത്തി.
വസുദേവനീ വിധത്തിൽ ഭക്തിയോടെ പ്രാർത്ഥിച്ചപ്പോൾ വികസിതവദനായി നിന്നു നാരദൻ. ശുഭമായ നക്ഷത്രത്തോടുകൂടിയ സുദിനത്തിൽ ശുദ്ധമായ ഭാഗവതം തുടങ്ങിയല്ലോ. കഥയുടെ നിർവിഘ്നമാം സമാപ്തിക്കായി ബ്രാഹ്മണർ തൻ കണ്ഠത്തിൽ നിന്നുയർന്നല്ലോ നവാക്ഷരിയും. മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നുള്ള താം ദുർഗയുടെ മഹാസപ്തശതി സ്തവത്തെയും ചൊല്ലിനാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ജഗജ്ജനനിയായ അമ്മയുടെ കാരുണ്യം കൊണ്ട് അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരപൂജ, ദേവീ ഭാഗവത ജ്ഞാനയജ്ഞം, ഈ അക്ഷരോപാസന ഇന്ന് ഒരാഴ്ച കഴിഞ്ഞ് 8ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ദേവീ ഭാഗവത മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞതിൽ 2ാമത്തെ അധ്യായത്തിൽ 53 മുതൽ 68 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. വസുദേവരുടെ വാക്കുകളായിട്ടാണ് ഇന്നത്തെ ഈ പ്രഭാഷണം മുന്നോട്ട് പോകുന്നത്. തനിക്കുണ്ടായ ഒരു അനുഭവത്തെ വസുദേവര് ഗർഗാചാര്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ആ ഭഗവതിയെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ വസുദേവര് ചോദിക്കുകയാണ്. അപ്പോൾ ഈ വസുദേവര് ഗർഗാചാര്യരോട് പറയുന്ന കാര്യങ്ങൾ അതാണ് പിന്നീട് ഭഗവാനെ കാണാനില്ലാത്തൊരവസ്ഥയിൽ സാക്ഷാൽ നാരദ മഹർഷിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വസുദേവര് ഗർഗാചാര്യരോട് പറയുകയാണ്, യദ്യസ്തി ഭഗവൻ പ്രീതിർ മയിതേ കരുണാനിധേ തദാ പുരാമദർത്ഥേ ത്വം സമാരാധയ ചണ്ഡികാം. വസുദേവര് പറയുന്നു, യദ്യസ്തി ഭഗവൻ പ്രീതിർ മയിതേ കരുണാനിധേ തദാ പുരാമദർത്ഥേ ത്വം സമാരാധയ ചണ്ഡികാം. യദ്യസ്തി, അങ്ങക്ക് എന്നോട് കുറച്ചെങ്കിലും, പ്രീതിർമയിതേ കരുണാനിധേ, കരുണാസാഗരമായിരിക്കുന്ന അവിടത്തേക്ക് എന്നോട് എന്തെങ്കിലും ഒരു പ്രീതി ഉണ്ടെങ്കിൽ എന്തു വേണം? തദാ പുരാമദർത്ഥേത്വം സമാരാധയ ചണ്ഡികാം. അങ്ങ് തന്നെ എനിക്ക് വേണ്ടി ആ ചണ്ഡികാദേവിയെ, ആ ഭഗവതിയെ ആരാധിക്കണം, അല്ലെങ്കിൽ പൂജിക്കണം. അത് എൻ്റെ കഴിവ് അങ്ങയ്ക്കറിയാലോ, എൻ്റെ കഴിവുകേടിനെ കുറിച്ചും അങ്ങയ്ക്കറിയാം. കാരണം കാരാഗ്രഹത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്ക് വേണ്ട പോലെ ഭഗവതിയെ പൂജിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് നിരുദ്ധ കംസഗേഹേഹം ന കിഞ്ചിൽ കർത്തുമുത്സഹേ, ഈ കംസന്റെ കാരാഗ്രഹത്തിൽ തടവിലാക്കപ്പെട്ട, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, നിരുദ്ധനായിരിക്കുന്ന എനിക്ക് ന കിഞ്ചിൽ കർത്തുമുത്സഹേ, എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതസ്ത്വമേവ ദുഃഖാബ്ധേർ മാമുദ്ധര മഹാന്മതേ. അതുകൊണ്ട് ഈ ദുഃഖാബ്ധിയിൽ പെട്ടുകിടക്കുന്ന എന്നെ
അവിടുന്ന് ഉദ്ധരിക്കണേ, എന്നെ രക്ഷിക്കണേ, കരകയറ്റണേ എന്ന് പ്രാർത്ഥിക്കണം. ഇത്യുക്തസ്തു മയാ പ്രീത പ്രോവാച മുനിപുംഗവ വസുദേവ തവ പ്രീത്യ കരിഷ്യാമി ഹിതം തവ. ഇത്യുക്തസ്തു മയാ, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രീതഃ മുനിപുംഗവ പ്രോവാച, പ്രീതനായ ആ മുനിശ്രേഷ്ഠൻ ഗർഗാചാര്യര്, യാദവ കുലത്തിൻ്റെ ആചാര്യൻ, അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു, വസുദേവ, അല്ലയോ വസുദേവരെ, തവ പ്രീത്യ കരിഷ്യാമി ഹിതം തവ, ഞാൻ അങ്ങയുടെ ഹിതത്തിനു വേണ്ടി അത് സന്തോഷത്തോടു കൂടി ചെയ്യാം. ദേവിയെ ആരാധിക്കണം എന്ന് പറഞ്ഞില്ലേ, അങ്ങയ്ക്ക് വേണ്ടി ആ പൂജകൾ ഞാൻ തന്നെ ചെയ്യാം എന്ന് അവിടെ പറയുന്നു ഗർഗാചാര്യര്. അതിനുശേഷം അഥ ഗർഗമുനി പ്രീത്യ, പറഞ്ഞതുപോലെ തന്നെ ഗർഗാചാര്യര് സന്തോഷത്തോടുകൂടി മയാ സംപ്രാർത്ഥിതോഗമൽ, ഞാൻ അപേക്ഷിച്ചതനുസരിച്ച് ആരിരാധയേശ്വർ ദുർഗാം, ദുർഗയെ ആരാധിച്ചു. വിന്ധ്യാദ്രിം ബ്രാഹ്മണൈ സഹ, എവിടെ വെച്ചാണ്? വിന്ധ്യാഗിരിയിൽ, വിന്ധ്യാദ്രിയിൽ, വിന്ധ്യപർവ്വതത്തിൽ മറ്റ് നിരവധി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടുകൂടി വിന്ധ്യാദ്രിയിലേക്ക് പോവുകയും അവിടെ ആ പൂജിക്കാനായിട്ട് അവിടുന്ന് യാത്രയായി. സംപ്രാർത്ഥിതോ അഗമൽ, അവിടുന്ന് യാത്രയായി. തത്ര ഗത്വാ, അവിടെ എത്തിയിട്ടോ, ജഗദ്ധാത്രിം ഭക്താഭീഷ്ടപ്രദായിനിം, ജഗത്തിൻ്റെ, ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ആ ജഗദംബികയെ ആരാധയാമാസ, ആരാധിച്ചു. എങ്ങനെ? മുനി ജപപാഠപരായണ, ജപം കൊണ്ടും പാരായണം കൊണ്ടുമൊക്കെ ദേവിയെ വേണ്ട പോലെ ആരാധിച്ചു ഗർഗാചാര്യര്, കൂട്ടത്തിലുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠരോടുകൂടി. യതസമാപ്തേ നിയമേ വാഗുവാചാ ശരീരിണി പ്രസന്നാഹം മുനേ കാര്യസിദ്ധിസ്തവ ഭവിഷ്യതി. അവിടെ ആരാധനകളൊക്കെ പൂർത്തിയായി. യഥ സമാപ്തേ നിയമേ, ആ സമയത്ത് എന്തുണ്ടായി? ഒരു അശരീരി ഉണ്ടായി. ഒരു അശരീരി കേൾക്കാൻ സാധിച്ചു. അശരീരിൽ എന്താ പറഞ്ഞത്? പ്രസന്നോഹം മുനേ കാര്യസിദ്ധിസ്തവ ഭവിഷ്യതി, ഞാനിതാ പ്രസന്നയായി തീർന്നിരിക്കുന്നു. അമ്മയുടെ വാക്കുകളാണ്. ഞാൻ അങ്ങയിൽ സന്തോഷിക്കുന്നു, അതുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ച കാര്യത്തിൽ സിദ്ധി ഉണ്ടാവും, കാര്യസിദ്ധി ഉണ്ടാവും. തവ കാര്യസിദ്ധി ഭവിഷ്യതി, അങ്ങനെ ആഗ്രഹിച്ചില്ലേ ചില കാര്യങ്ങൾ, അതൊക്കെ വേണ്ടതുപോലെ നടക്കും, ഫലപ്രാപ്തി ഉണ്ടാവുന്ന ചുരുക്കം. ഭൂഭാരഹരണാർത്ഥായ മയാ സംപ്രേഷിതോ ഹരി വസുദേവസ്യ ദേവക്യാം സ്വാംശേനാവതരിഷ്യതി. ഇതിനു വേണ്ടിയിട്ട് ഭൂമിയുടെ ഭാരമില്ലാതെയാക്കാൻ, ഭൂഭാര ഹരണാർത്ഥായ മയാ സംപ്രേഷിതോ ഹരി, എന്നാൽ അവിടേക്ക് അയക്കപ്പെട്ട അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഹരിയെ അതിന് നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി സ്വാംശേനാവതരിഷ്യതി, തൻ്റെ സ്വാംശം കൊണ്ട് തന്നെ ഹരി അവതരിക്കും. ആ ശ്രീഹരിയോട് ഞാൻ ദേവകീ വസുദേവപുത്രനായിട്ട് അവതരിക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടോ കംസഭീത്യാ തമാദായ ബാലമാനകദുന്ദുഭി പ്രാപയിഷ്യതി സദ്യസ്തു ഗോകുലേ നന്ദവേശ്മനി. നന്ദഗോപരുടെ ഗൃഹം നന്ദവേശ്മനി, അവിടേക്ക് കംസഭീത്യാ തമാദായ, കംസനിൽ പേടിച്ചിട്ട് ആ ഉണ്ണിയെ, ആ ശ്രീഹരി ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ട് അവതരിക്കുമ്പോൾ ആനകദുന്ദുഭിയായിരിക്കുന്ന വസുദേവരെ അങ്ങനെയാണ് പറയുക. നമ്മൾ ഭാഗവതത്തിലൊക്കെ കേട്ടു ഇല്ലേ, ജനിച്ചപ്പോൾ ആനകം ദുന്ദുഭി മുഴങ്ങി എന്നാണ്. അതൊക്കെ മുഴങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ ആനകദുന്ദുഭി എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ വസുദേവര് പ്രാപയിഷ്യതി സദ്യസ്തു, ഉടൻ തന്നെ ഗോകുലേ നന്ദവേശ്മനി, ഗോകുലത്തിൽ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരും, കൊണ്ടാക്കും ഈ കുട്ടിയെ, ആ ബാലനെ. യശോദാതനയാം നീത്വ, എന്നിട്ടോ യശോദയുടെ പുത്രിയെ എടുത്തും കൊണ്ട് സ്വഗൃഹേ കംസഭൂഭുജേ, തൻ്റെ ഗൃഹത്തിലെത്തിയിട്ട്
ആ കംസന് നൽകും എന്നൊക്കെയാണ് പറഞ്ഞത്. കംസൻ പിടിച്ചു വലിക്കും. ഏതായാലും ദേവി പറയണു അങ്ങനെ. ദാസ്യത്യഥ ചതാം ഹന്തും കംസ ആക്ഷേപ്സ്യതി ക്ഷിതൗ. കംസൻ അതിനെ കൊല്ലാൻ വേണ്ടി തറയിൽ ആഞ്ഞടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ദേവിയുടെ അശരീരിയിൽ ദേവി പറയുന്നു, സാ തദ്ഹസ്താൽ വിനിർഗത്യ. അത് കംസന്റെ കയ്യിൽ നിന്നും വഴുതി ഉയർന്ന് സദ്യോ ദിവ്യവപുർധര, പെട്ടെന്ന് തന്നെ ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിലാണെങ്കിൽ ഇപ്പതാ യഥാർത്ഥമായ ദിവ്യമായ സ്വരൂപം സ്വീകരിച്ചിട്ട് മദംശഭൂത വിന്ധ്യാദ്രൗ കരിഷ്യതി ജഗദ്ഹിതം. എൻ്റെ അംശഭൂതയായിരിക്കുന്ന ആ പെൺകുട്ടി കംസന്റെ കയ്യിൽ നിന്നും ഉയർന്നു പൊങ്ങി ആകാശവീഥിയിൽ ദിവ്യമായ ദർശനം കംസന് കൊടുത്തിട്ട് ഈ വിന്ധ്യാദ്രിയിലെത്തി അവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ ഹിതത്തിനായി, ജഗത്തിൻ്റെ ഹിതത്തിനായി, നന്മയ്ക്കായി, സുഖത്തിനായി വേണ്ടതൊക്കെ ചെയ്യും. സർവകാമേശ്വരിയായി ദേവി വേണ്ടതൊക്കെ ചെയ്യും എന്ന് പറയുന്നു. ഇവിടെ സാ തദ്ഹസ്താൽ സമുൽപത്യ സദ്യോ ദേവി അംബരം ഗത. അല്ലേ, ആ ഭഗവാന്റെ അനുജത്തിയായിട്ട് പിറക്കുന്ന ഭഗവതി കംസന്റെ കയ്യിൽ നിന്നും വഴുതി ആകാശത്തിലേക്ക് ഉയർന്ന് സാ തദ്ഹസ്താൽ സമുൽപദ്യ സദ്യോ ദേവി അംബരം ഗത. അല്ലേ, ആ 8 തൃക്കൈകളിൽ ആയുധങ്ങളൊക്കെ ആയിട്ട് ആകാശവീഥിയിൽ മിന്നിത്തിളങ്ങും. അല്ലെങ്കിൽ തിളങ്ങി എന്ന് പറഞ്ഞ് ഭാഗവതത്തിൻ്റെ മുൻപ് ദേവിയുടെ ഒരു അരുളപ്പാട്, ഒരു അശരീരിയായിട്ടാണ് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത്. ഇതി തദ്വചനം ശ്രുത്വാ പ്രണമ്യ ജഗദംബികാം ഗർഗോ മുനി പ്രസന്നാത്മാ മധുരാമഗമൽപുരിം. ഇങ്ങനെ ദേവി പറഞ്ഞു കേട്ടിട്ട് അത് കേട്ട് ഗർഗാചാര്യർക്ക് വലിയ സന്തോഷമായി. ഇല്ലേ, അങ്ങനെ ആ ദേവിയെ പ്രണമിച്ചിട്ട് ഗർഗാചാര്യര് സന്തോഷത്തോടുകൂടി പ്രസന്നാത്മാവായി ഏറ്റവും ആനന്ദം നിറഞ്ഞ മനസ്സോടുകൂടി മധുരാപുരിം, ആ മധുരാപുരിയിലേക്ക് വീണ്ടും തിരിച്ചുപോയി എന്ന് പറഞ്ഞു. എന്നിട്ടോ വരദാനം മഹാദേവ്യാ ഗർഗാചാര്യ സുഖാവഹം ശ്രുത്വാ സഭാര്യ സംപ്രീത പരാം മുദമഥാഗമം. മഹാദേവി ഗർഗാചാര്യർക്ക് നൽകിയ ഏറ്റവും സുഖാവഹമായിരിക്കുന്ന വരദാനം ശ്രുത്വ, വരദാനത്തെ കേട്ടിട്ട് സഭാര്യ സംപ്രീത, ഞാനും എൻ്റെ ഭാര്യയും ദേവകിയും പരാമുദമഥാഗമം, സന്തോഷത്തിൻ്റെ പരമകാഷ്ഠയിലേക്ക്, പരമമായ സീമയിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. തദാരഭ്യ പരം ജാനേ ദേവീ മാഹാത്മ്യമുത്തമം അധുനാപി ഹി ദേവർഷേ ശ്രുതം തവ മുഖാംബുജാൽ. ദേവിയുടെ ആ മാഹാത്മ്യം, ഉത്തമമായ ദേവീ മാഹാത്മ്യം, അതേക്കുറിച്ച് അധുനാപി ഇപ്പോഴും, അല്ലയോ ദേവർഷേ, ഹേ നാരദ മഹർഷേ, ശ്രുതം തവ മുഖാംബുജാൽ, അവിടുത്തെ മുഖാരവിന്ദത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ സാധിച്ചു. അന്നു മുതൽ, ഇപ്പോൾ അങ്ങയുടെ മുഖത്ത് നിന്ന്, അന്ന് മുതൽക്ക് എനിക്കറിയാം ദേവിയുടെ മാഹാത്മ്യം, ഇപ്പോൾ ഇതാ കുറച്ചുകൂടി വ്യക്തമായി അങ്ങയിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിച്ചു. തതോ ഭാഗവതം ദേവ്യാസ്ത്വമേവ ശ്രാവയ പ്രഭോ മദ്ഭാഗ്യാദേവ ദേവർഷേ സംപ്രാപ്തോസി ദയാനിധേ. മദ്ഭാഗ്യാദേവ, എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം എനിക്ക് ദാ അങ്ങയിൽ നിന്നത് കേൾക്കാൻ സാധിച്ചു. അങ്ങ് തന്നെ ദേവീ ഭാഗവതം എന്നെ കേൾപ്പിച്ചു. ത്വമേവ ശ്രാവയ പ്രഭോ, അതുകൊണ്ട് എൻ്റെ ഭാഗ്യം എന്താ? ദേവർഷേ സംപ്രാപ്തോസി ദയാനിധേ, ദയാസമുദ്രമായിരിക്കുന്ന അവിടുന്ന് വേണ്ട സമയത്ത് ഇവിടേക്ക് എത്തിച്ചേർന്നു. ഇതെൻ്റെ വലിയ ഭാഗ്യമാണ്. വസുദേവ വച ശ്രുത്വാ നാരദ പ്രീതമാനസ സുദിനേ ശുഭനക്ഷത്രേ കഥാരംഭമധാകരോൽ. വസുദേവരുടെ അപേക്ഷ കേട്ട് മനസ്സ് നിറഞ്ഞ ആ നാരദൻ ഏറ്റവും ശുഭനക്ഷത്രേ സുദിനേ, ശുഭമായ നക്ഷത്രം ഉള്ള നല്ല ദിവസത്തിൽ ദേവീഭാഗവത കഥാകഥനം, കഥാരംഭമഥാകരോൽ, ആ ദേവീഭാഗവതം പറയാനായിട്ട് ആരംഭിച്ചു.
കഥാവിഘ്നവിഘാതാർത്ഥം ദ്വിജാജേ പൂർണ്ണവാക്ഷരം മാർക്കണ്ഡേയ പുരാണോക്തം പേഢുർദേവ്യാസ്തവം തഥാ. അതേപോലെ തന്നെ കഥ അത് ആരംഭിച്ചു. അത് ഭംഗിയായി പരിസമാപ്തിയിലേക്ക് എത്താൻ എന്തു ചെയ്തു? ബ്രാഹ്മണര് ജേപുർനവാക്ഷരം, അവര് നവാക്ഷരി മന്ത്രത്തെ വേണ്ടതുപോലെ ജപിച്ചു. പിന്നെയോ മാർക്കണ്ഡേയ പുരാണോക്തം, മാർക്കണ്ഡേയ പുരാണത്തിലുള്ള ആ ദുർഗാസപ്തശതീസ്തവം എന്നുള്ളത് അതും വേണ്ടതുപോലെ ചൊല്ലാൻ തുടങ്ങി എന്ന് പറയുന്ന 68ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരോപാസന അമ്മയുടെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുകയാണ്. ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.